സബീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. റീൽസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഞായറാഴ്ചയല്ലേ, ജോലിക്ക് പോകണ്ട, ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നല്ല കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പതിവ് പോലെ എന്നെ രാവിലെ എഴുന്നേറ്റ് പല്ലേച്ച് മുറി കഴുകി പിന്നെ അടുക്കളയിൽ കയറി നമ്മുടെ ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് കയറ്റി തീ പൂട്ടുക. അതൊരു പതിവ് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല കേട്ടോ. ഒരു ഞായറാഴ്ച ദിവസമല്ലേ, എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് സത്യത്തിൽ നടക്കാറില്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും 2 പേരല്ലേ ഉള്ളൂ, ഇത് വേഗം കഴിയാവുന്ന പണികളല്ലേന്നു. സത്യം പറഞ്ഞാൽ അല്ല കേട്ടോ. വെക്കണോടത്ത് മാത്രം നമുക്ക് കുറവ് വരുത്തണ്ടുള്ളൂ, ബാക്കി എല്ലായിടത്തേക്കും നമ്മുടെ കൈ എത്തണം, അതാണ് കാര്യം. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ, 2 പിടി അരി കുക്കറിലായിട്ട് വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ ചോറായില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ മെനക്കെടുന്നെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിതുപോലെ അടുപ്പത്ത് വെക്കുന്ന ചോറിനോടാണ് കേട്ടോ ഇഷ്ടം. അതിൽ വല്ല പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനെ തീയൊക്കെ നല്ല സെറ്റായി കത്താൻ തുടങ്ങിയപ്പോൾ ഇനി മിറ്റടിക്കാമെന്ന് വിചാരിച്ചു. മഴയൊന്നും പെയ്യാത്ത കാരണം ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞിട്ടാണ് ഗൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് ചെടികൾ വളർത്തലൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറേ നാളുകൾക്ക് ശേഷം 2 ദിവസം മുന്നാണ് കേട്ടോ ഒരു നല്ലൊരു മഴ തന്നെ കിട്ടിയത്. അത് കാരണം ചൂടിനൊരു സ്വല്പം കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ ഉദിക്കണ വെയിലിന് നല്ല ചൂട് തന്നെയാണ് കേട്ടോ. മുറ്റടിക്കുന്ന ഇടയിൽ വന്നിട്ട് ഞാൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അതിങ്ങനെ തിളച്ച് മറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചായലയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ചായക്കുള്ള കടി ഉണ്ടാക്കാമെന്നാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2 ദിവസം മുന്നേ കൊള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിരിക്കുന്നത് കൊണ്ട് ഞാൻ തലേദിവസം അരിയൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളി സ്റ്റൂ ഉണ്ടാക്കാമെന്ന് കേട്ടോ കാലത്ത്. പിന്നെ അത് മാറ്റി കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് നല്ല പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ടുള്ള മുളക് ചമ്മന്തിയും അതുപോലെ തന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കൊള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പൊതുവേ എനിക്കിതുപോലത്തെ നാടൻ ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, ഭക്ഷണത്തോടുള്ള ആക്രാന്തം കൊണ്ടാണോ എന്നറിയില്ല, സ്വന്തമായി കുക്ക് ചെയ്യുക, ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക, അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ഒരു ഹോബി എന്ന് തന്നെ പറയാം കേട്ടോ. ചമ്മന്തിക്കുള്ള മുളക് എടുത്തു കഴിഞ്ഞപ്പോൾ കൂടിയെന്ന് സംശയം തോന്നിയിട്ടോ. കാരണം കുറച്ച് എരിവ് കൂടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മുളകിന് അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി ഇട്ടു. എന്നിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു. അത് കഴിഞ്ഞൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. എൻ്റെ അമ്മോ, അസാധ്യ ടേസ്റ്റാട്ടോ കൊള്ളിയും കൂടിയിട്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു മീൻകറിയും കൊള്ളിയും അതുപോലെ തന്നെ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ കൊള്ളി വേവിച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തി പൊടിച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചായക്ക് കടി ഇത്രയൊക്കെയുള്ളൂ. പിന്നെ വെള്ളം നല്ലപോലെ തിളച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ അരി കഴുകിയിടുകയാണ്. യൂട്യൂബിൽ ഷോർട്ട് ചെയ്യുന്നത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസാണ് കേട്ടോ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ കമൻസ് വരാറുണ്ട് കേട്ടോ, ചേച്ചി ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് യൂട്യൂബിൽ ഇടുമെന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റാറില്ല, വേറെ ഒന്നല്ല. ഇപ്പോൾ അവർ നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അവർ വേണമെന്ന് പറയണ ദിവസത്തിൻ്റെ തലേദിവസം ഇരുന്നിട്ടാവും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്കിത് ഫുൾ വീഡിയോസൊന്നും ചിലപ്പോൾ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞ് തലേദിവസം ഞാൻ മുതിര വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരിക്കായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. മിക്കവരും ഇതുപോലെ മുതിര തലേദിവസം വെള്ളത്തിലിടാറില്ല കേട്ടോ, അപ്പം തന്നെ ഉപ്പേരി വയ്ക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇടണം, വെള്ളത്തിലിട്ടിട്ട് ഉപ്പേരി വയ്ക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതേ ഞാൻ കുക്കറിലേക്ക് ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇന്ന് ചായ കുടിക്കാൻ കുറച്ച് നേരം വൈകി ഗൈസ്. അപ്പോൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വെച്ചിട്ട് പാത്രങ്ങൾ അവിടെ ഇടാറില്ല കേട്ടോ. പരമാവധി എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വയ്ക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ചോറൊക്കെ വെന്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഊറ്റണം, അതുപോലെ അടിച്ചൂരി തുടയ്ക്കണം,
അലക്കണം, വെള്ളം കൊണ്ടുവരണം, അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ അത് എൻ്റെ സ്റ്റിച്ചിങ് റൂമൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഇതേല്ല പുറത്തെ എല്ലാ ജോലികളും കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതേ പുള്ളിക്കാരൻ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോഴേക്കും. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ ഓട്ടം പോണടുത്ത് ഇത്ത കുറച്ച് മാങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ ഇതുപോലെ കുറേയൊക്കെ ഞാൻ ജ്യൂസ് അടിച്ച് കഴിഞ്ഞു. ഇനിയൊരു മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇന്നലെ രാത്രി ഇടിയൻ ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ചു, മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് വേണ്ട ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കട്ട പാൽ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതേ പുള്ളിക്കാരൻ കൊണ്ടുകൊടുത്തു. പുള്ളിക്കാരൻ സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വിശന്നിരിക്കണ നേരത്ത് ഇതുപോലത്തെ ഒരു മാംഗോ ജ്യൂസ് കിട്ടിയല്ലേ എൻ്റെ അമ്മച്ചോ, അസാധ്യ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉഷാറായി. അപ്പോൾ ഇനി കറി വെക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്നലത്തെ മീൻ കറിയിൽ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. അതിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും തന്നെയായിട്ട് ഇടാറുള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർക്കാറില്ല. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോഴേക്കും പിന്നെ ഉപ്പേരി റെഡിയാക്കിയാലോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇടിയൻ ചക്ക ഉപ്പേരി വെച്ചിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, അത് ശരിയായിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വീണ്ടും ഒരു ഇടിയൻ ചക്ക ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ വിഷുക്കണിക്ക് ഞാനൊരു ചക്ക വെട്ടി വെച്ചിട്ടായിരുന്നു. അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ലാസ്റ്റ് അത് വാടി. ഇപ്പം ഞാനൊരു ചെറിയ ചക്ക വെട്ടിയിട്ട് അത് ഒക്കെ റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മുതിര അതിനാണ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് ആ ഇടിയൻ ചക്കയിലിട്ട് വയ്ക്കാനായിട്ട്. പൊതുവേ ഇതുപോലത്തെ ഉപ്പേരികളൊക്കെ വയ്ക്കുമ്പോൾ നല്ല പോലെ മുളക് പൊടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. നല്ല എരിവിലൊക്കെ വേണം എനിക്ക് ഇതുപോലെ ഉപ്പേരി വയ്ക്കാനായിട്ട്. അതുപോലെ ഇടിയൻ ചക്കയും മുതിരയൊക്കെ ഉപ്പേരി വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളമാക്കി എടുക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. അതിനകത്ത് ഇത്തിരി തേങ്ങയൊക്കെ ചിരകിതിട്ട് ഇങ്ങനെ ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പേരിക്കൊക്കെ വെക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി മീൻ വറുത്തെടുക്കുക വേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കണം, പിന്നെ ഭക്ഷണം കഴിക്കണം. മീൻ കറി ഞാൻ ഇന്നലെ വൈകിട്ടാണ് കേട്ടോ വെച്ചത്. ഇന്നലെ വൈകിട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം കാലത്ത് എടുക്കുമ്പോൾ മീൻ കറിക്ക് അസാധ്യ ടേസ്റ്റായിരിക്കും. അപ്പോൾ അതേ മീൻ വറക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉമ്മാർത്തേക്ക് വന്നപ്പോൾ അതേ പുള്ളിക്കാരൻ വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ പറമ്പിൽ. വേറെ നല്ല തീയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റ കൊടുത്തു. കണ്ടോ കഷ്ടപ്പെടുന്നൊന്നും ഇങ്ങനെ ആംഗ്യം കാണിച്ചു കേട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതേ മീനൊക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് ചോറണം. അപ്പോൾ അതേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ചോറിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ കറി, മീൻ വറുത്തത്, പിന്നെ ഇടിയൻ ചക്കയും മുതിരയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ടായി വരുന്നത് വരെ ബൈ.